കഥയാരംഭിക്കുന്നത് മിച്ചറാപ്പ് എന്ന പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മിച്ചറാപ്പ് അന്ന് തന്റെ ഗേൾഫ്രണ്ട് കത്രീനയുടെ ഒപ്പം സ്പെയിനിലെ ഇബീസയിൽ ഒരു വെക്കേഷനിലായിരുന്നു. കുറച്ചു നാളുകളായി അവർ പ്രണയത്തിലാണ്. അന്നത്തെ വെക്കേഷൻ സന്തോഷത്തോടെ ചെലവഴിച്ചുകൊണ്ടിരിക്കെ മിച്ചറാപ്പ് തന്റെ ഗേൾഫ്രണ്ട് കത്രീനയെ വിവാഹത്തിനായി പ്രപ്പോസ് ചെയ്യുകയാണ്. സന്തോഷത്തോടെ കത്രീന ആ പ്രപ്പോസൽ സ്വീകരിക്കുകയും ചെയ്തു. അധികം വൈകാതെ കത്രീനയ്ക്ക് വേണ്ടി ഒരു ഡ്രിങ്ക് വാങ്ങുവാൻ മിച്ചറാപ്പ് അവിടെ നിന്ന് അടുത്തുള്ളൊരു കഫയിലേക്ക് പോയി. ആ സമയമായിരുന്നു ആ പ്രദേശത്ത് ഒരു ജിഹാദി അറ്റാക്ക് നടക്കുന്നത്. തീവ്രവാദികളായ ഒരു സംഘം ആളുകൾ ബീച്ചിൽ വലിയ ആക്രമണം നടത്തി. ആക്രമണത്തിൽ മിച്ചറാപ്പിന് പരിക്കേറ്റു. കത്രീന കൊല്ലപ്പെടുകയും ചെയ്തു. കത്രീനയെ കൊന്ന തീവ്രവാദിയെയും മറ്റും മിച്ചറാപ്പ് നേരിൽ നല്ലപോലെ കണ്ടിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഗേൾഫ്രണ്ടിന്റെ കൺമുമ്പിലുള്ള മരണം മിച്ചറാപ്പിനെ വലിയ തോതിൽ ബാധിക്കുന്നതായിരുന്നു. പിന്നീട് 18 മാസങ്ങൾക്ക് ശേഷം വല്ലാത്തൊരു മനുഷ്യനായി തന്നെ മിച്ചറാപ്പ് മാറിയിരുന്നു. മുടിയും താടിയും വളർത്തി മറ്റൊരു രൂപം തന്നെ അവൻ സ്വീകരിച്ചു. മനസ്സിൽ പ്രതികാര ബുദ്ധി മാത്രമായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവളെ കൊന്നവരെ തനിക്ക് വകവരുത്തണം എന്ന ഒറ്റ പ്രതികാര ചിന്ത. എല്ലാവരോടും ക്രൂരമായി പെരുമാറാനും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ക്രൂരത നിർവഹിക്കാനുമൊക്കെ മിച്ചറാപ്പിന്റെ ഉള്ളു പാകപ്പെട്ടിരുന്നു. മിച്ചറാപ്പ് ആയോധന കലകൾ പരിശീലിക്കുകയും ഷൂട്ട് ചെയ്യാനൊക്കെ ട്രെയിൻ ചെയ്യുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, ജിമ്മിൽ പരിശീലന കാലയളവിൽ എതിരാളിയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പേരിൽ മിച്ചറാപ്പിനെ ഒരു ഘട്ടത്തിൽ ബോക്സിംഗ് ജിമ്മിൽ നിന്ന് പുറത്താക്കുക പോലും ഉണ്ടായി. എന്നിരുന്നാലും മറ്റൊരു വശത്ത് മിച്ചറാപ്പ് മറ്റു ചിലത് ചെയ്യുന്നുണ്ടായിരുന്നു. തീവ്രവാദി ജിഹാദി ഗ്രൂപ്പിന്റെ ഉള്ളിൽ കടന്നുകയറുവാൻ, അവരുമായി ബന്ധം സ്ഥാപിച്ച് അവരിൽ ഒരാളാവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച്, രാജ്യത്തിനെതിരെയുള്ള ശത്രുത പ്രകടിപ്പിച്ച് തീവ്രവാദികളിൽ പ്രധാനപ്പെട്ട ഒരാളുമായി മിച്ചറാപ്പ് സൗഹൃദത്തിലായി. അദ്നാൻ എന്ന പ്രധാന ജിഹാദി തലവനുമായിട്ടായിരുന്നു അത്. വിദഗ്ധമായുള്ള സംസാരത്തിലൂടെയും മറ്റും തീവ്രവാദികളുടെ പ്രീതി പിടിച്ചുപറ്റാനും മറ്റും മിച്ചറാപ്പിന് സാധിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അവരുള്ള ഇടത്തേക്ക് നേരിട്ട് വരാൻ പറഞ്ഞ് മിച്ചറാപ്പിനെ അദ്നാൻ ക്ഷണിക്കുകയാണ്. മിച്ചറാപ്പിന്റെ ഈ പ്രവൃത്തികളൊക്കെയും CIA ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മിച്ചറാപ്പ് കോണ്ടാക്ട് ചെയ്യുന്ന അദ്നാനെ CIA തങ്ങളുടെ നോട്ടപ്പുള്ളി ആക്കിയിട്ടുള്ളതാണ്. മിച്ചറാപ്പിനോട് നേരിട്ട് വരാൻ പറഞ്ഞതും മിച്ചറാപ്പ് അദ്നാൻ പറഞ്ഞ പോലെ ലിബിയയിലേക്ക് പുറപ്പെട്ടു ചെല്ലുന്നു. അദ്നാനെയും തീവ്രവാദി സംഘത്തെയും നേർക്കുനേർ മീറ്റ് ചെയ്യാനായിരുന്നു അത്. വന്നപാടെ മിച്ചറാപ്പിനെ ബന്ദിയാക്കി കസേരയിൽ കെട്ടിവെച്ച് അദ്നാനും സംഘവും ചോദ്യം ചെയ്യലും മറ്റും ആരംഭിച്ചു. ഒരവസരം കിട്ടിയാൽ മുമ്പിലുള്ള തീവ്രവാദികളെയും അദ്നാനെയും കൊലപ്പെടുത്താനായിരുന്നു മിച്ചറാപ്പിന്റെ പദ്ധതി. ബന്ദിയാക്കി വെച്ചിരുന്ന് കെട്ടഴിക്കാൻ മിച്ചറാപ്പ് ശ്രമിക്കാനും ആരംഭിച്ചു. പക്ഷേ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ആ ഇടത്തേക്ക് CIA സംഘം US സ്പെഷ്യൽ ഫോഴ്സ് പാഞ്ഞുകയറി തീവ്രവാദി സംഘത്തെ വെടിവെച്ച് കൊലപ്പെടുത്തി. മിച്ചറാപ്പ് മോചിതനായതും താൻ കൊല്ലാൻ ആഗ്രഹിച്ചുവെന്ന് തന്റെ കാമുകിയെ കൊന്ന തീവ്രവാദി അദ്നാൻ കൺമുമ്പിൽ കൊല്ലപ്പെട്ടു കിടക്കുന്നത് കണ്ട് അവന് സഹിക്കാൻ സാധിച്ചില്ല. തന്റെ വിറകൊണ്ട് താൻ കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ച് മിച്ചറാപ്പ് കൊല്ലപ്പെട്ടു കിടക്കുന്ന അദ്നാനെ വെറിയോടെ കുത്തിക്കൊണ്ടേയിരുന്നു. US സ്പെഷ്യൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഒടുവിൽ മിച്ചറാപ്പിനെ പിടിച്ചുമാറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. മിച്ചറാപ്പ് തിരികെ US CIA ആസ്ഥാനത്തേക്കെത്തുകയാണ്. അവിടെ ഓഫീസിൽ മിച്ചറാപ്പിനെ അവർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. എന്തൊക്കെയാണ് നടന്നത്, മിച്ചറാപ്പ് എങ്ങനാണ് അവിടെ എത്തിച്ചേർന്നത് എന്നതിനെ പറ്റിയൊക്കെയായിരുന്നു ചോദ്യം ചെയ്യൽ. മിച്ചറാപ്പ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. മിച്ചറാപ്പിന്റെ പ്രവൃത്തികളെപ്പറ്റി പറഞ്ഞ് അവനെ കുറ്റക്കാരനാക്കാൻ CIA ശ്രമിച്ചപ്പോൾ CIA ഒരുപാട് ശ്രമിച്ചിട്ടും പറ്റാത്ത കാര്യമാണ് താൻ കുറഞ്ഞ നീക്കങ്ങളിലൂടെ അദ്നാൻ അടുത്തെത്താൻ നടത്തിയത് എന്ന് മിച്ചറാപ്പ് വാദിച്ചു. തന്റെ പ്രവൃത്തികൾ അഭിമാന പുരസ്കാരം തുറന്നു പറഞ്ഞു. അതോടെ മിച്ചറാപ്പിന് മുമ്പിൽ മറ്റൊരു വഴി തെളിയുകയായിരുന്നു. CIAക്ക് ഒരു ബ്ലാക്ക് ഓപ്പ് സംഘമുണ്ട്. രഹസ്യ ഓപ്പറേഷൻസും മറ്റും നടത്തുന്ന US സ്പെഷ്യൽ ഫോഴ്സിന്റെ ഒറിയോൺ എന്ന സംഘം. ആ സംഘത്തിലേക്ക് മിച്ചറാപ്പിനെയും ഇൻക്ലൂഡ് ചെയ്യിക്കുവാൻ CIA ഡെപ്യൂട്ടി ഡയറക്ടർ ഐറിൻ കെന്നഡി തീരുമാനിക്കുകയാണ്. ആ ഓഫർ മിച്ചറാപ്പിന്റെ മുമ്പിലേക്കും ഐറിൻ കെന്നഡി വെച്ചു നീട്ടി. മിച്ചറാപ്പ് ആ ഓഫർ സ്വീകരിച്ചാൽ മിച്ചറാപ്പിന് ചെയ്ത പ്രവൃത്തികളുടെ പേരിൽ ജയിലിൽ പോകേണ്ടി വരില്ല, രാജ്യത്ത് സേവിക്കുകയും ചെയ്യാം. മിച്ചറാപ്പ് അതോടെ ഐറിന്റെ ഓഫർ സ്വീകരിക്കുന്നു. പിന്നാലെ ഐറിൻ ഒറിയോൺ സംഘത്തിന്റെ രഹസ്യ സങ്കേതത്തിലേക്ക് മിച്ചറാപ്പിനെ കൊണ്ടുപോവുകയാണ്. ടാൻ ഹെർലി എന്ന് പേരുള്ള ഒറിയോൺ സംഘത്തിന്റെ നേതാവിനെ ഐറിൻ മിച്ചറാപ്പിന് പരിചയപ്പെടുത്തി. ടാൻ ഹെർലി കോൾഡ് വാർ വെറ്ററനും US മുൻകാല നേവി സീലുമായിരുന്നു. റിക്രൂട്ട് ചെയ്യപ്പെട്ട മറ്റുള്ളവർക്കൊപ്പം മിച്ചറാപ്പിനെയും ഹർലി ആദ്യം ട്രെയിൻ ചെയ്യും.
അത്ര എളുപ്പമുള്ള തരം ട്രെയിനിങ് ഒന്നുമല്ല. അതിനുവേണ്ടി ആദ്യമേ തന്നെ മിച്ച്റാപ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ ഹാർലി മനസ്സിലാക്കി സ്വന്തം കഴിവുകൊണ്ട് ഏറ്റവും ഭീതിതമായിട്ടുള്ള ഒരു തീവ്രവാദ സംഘത്തിനകത്തേക്ക് കടന്നു ചെന്നവനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്നിരുന്നാലും മിച്ച്റാപ്പിനോട് സംസാരിക്കുമ്പോൾ ഹാർലി ചില കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു. മിച്ച്റാപ്പ് ഇത്തരത്തിൽ പ്രവൃത്തികൾ ചെയ്ത് അച്ചീവ്മെന്റുകളൊക്കെ നേടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊന്നും തന്നെ മിച്ച്റാപ്പിനെ തങ്ങളുടെ സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യിക്കുവാനുള്ള യോഗ്യതകളല്ല. പക്ഷേ റാപ്പിന്റെ മറുപടി പിന്നാലെ വന്നു. അങ്ങനാണെങ്കിൽ വേഗം വേണ്ട ട്രെയിനിങ് തന്ന് ഞാൻ നിങ്ങളുടെ ടീമിന് പറ്റുന്ന ആളാണോ എന്നങ്ങ് പരിശോധിച്ച് നോക്കിക്കോളൂ എന്നായിരുന്നു അത്. വൈകാതെ ട്രെയിനിങ് ആരംഭിക്കുകയാണ്. ഹാർലി ടീമിനെ മുഴുവൻ വിളിച്ചുകൂട്ടിയായിരുന്നു ട്രെയിനിങ് ആരംഭിച്ചത്. ബ്ലാക്ക് ഓപ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു മിഷൻ നടക്കുമ്പോൾ എങ്ങനെ മിഷൻ സക്സസ് ആവാൻ വേണ്ടി പോരടിക്കണം എന്നതിനെ പറ്റിയായിരുന്നു ആദ്യത്തെ ക്ലാസുകൾ. വൈകാതെ റാപ്പിനടുക്കൽ കൂട്ടത്തിലുള്ള വിക്ടർ എന്ന വ്യക്തിയുമായി ഫൈറ്റ് ചെയ്യാൻ ഹാർലി പറഞ്ഞു. അത്യാവശ്യം ശക്തമായ ഒരു ഏറ്റുമുട്ടൽ നടന്നു. അല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും റാപ്പ് തന്റെ എതിരാളി വിക്ടറിനെ പരാജയപ്പെടുത്തി. ഓരോ ഘട്ടങ്ങളിലായി ട്രെയിനിങ് തുടർന്നുകൊണ്ടേയിരുന്നു. ശ്രദ്ധയും സൂക്ഷ്മ ദർശനവും ആയുധ പരിശീലനവും മാത്രമൊന്നുമായിരുന്നില്ല ട്രെയിനിങ്ങിൽ ഉൾക്കൊണ്ടിരുന്നത്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ട്രെയിനിങ്ങും അവിടെ പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ അത്തരത്തിൽ VR ഗ്ലാസുകൾ വെച്ച് ശത്രുക്കളെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് അവർക്ക് വേണ്ടി ഏർപ്പാടാക്കപ്പെട്ടിരുന്നു. റാപ്പിന്റെയും മറ്റുള്ളവരുടെയും കയ്യിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഉപകരണം പിടിപ്പിച്ചിട്ടുമുണ്ട്. ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റിന് കൊടുത്തിട്ടുണ്ടാകും. അവരുടെ വിർച്വൽ പിക്ചർ നോക്കി ആ വ്യക്തികൾ വേണം അവർ ആക്രമിക്കുവാൻ. മറ്റുള്ളവരുടെ ടാർഗറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ശരീരത്തിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കും. വൈകാതെ മത്സരം തുടങ്ങി. പക്ഷേ മത്സരത്തിൽ ടാർഗറ്റുകളുടെ ഇടയിൽ അദ്നാന്റെ ചിത്രവും VR-ൽ വരുന്നുണ്ടായിരുന്നു. അദ്നാന്റെ ഇമേജ് കണ്ടതും റാപ്പിന്റെ പിടിവിടുകയാണ്. അദ്നാൻ റാപ്പിന്റെ ടാർഗറ്റ് അല്ലെങ്കിൽ പോലും അദ്നാന്റെ ഇമേജിന് നേരെ ഷൂട്ട് ചെയ്ത് റാപ്പ് നടന്നു ചെന്നു. പലവരും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിച്ചിട്ടും വേദന സഹിച്ചുകൊണ്ടും നിൽക്കാതെ അവൻ അദ്നാന്റെ ഇമേജിനെ വെടിവെച്ചുകൊണ്ടേയിരുന്നു. ഇലക്ട്രിസിറ്റിയേറ്റ് തന്റെ കൂടെയുള്ളവർ വീണിട്ടും റാപ്പ് വിട്ടുകൊടുത്തില്ല. തന്റെ ടാർഗറ്റ് അല്ലായിരുന്നിട്ടും അദ്നാനെ റാപ്പ് ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഇലക്ട്രിസിറ്റിയേറ്റ് തളർന്നു താഴെ വീഴുന്നവരേക്കും റാപ്പിന്റെ ഈ പ്രകടനം നോക്കിക്കാണുകയായിരുന്ന ഐറീനും ഹാർലിയും അതിൽ കുറച്ച് ഡിസപ്പോയിന്റഡ് ആകുന്നുണ്ട്. എന്നിരുന്നാലും റാപ്പിന്റെ മനോവീര്യത്തെയും പോരാട്ട വീര്യത്തെയും പ്രശംസിക്കാതെ അവർക്ക് പറ്റില്ലായിരുന്നു. കഥ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് തിരിയുകയാണ്. ലണ്ടനിലുള്ള ഇറാനിയൻ എംബസി ഐറീനും മറ്റ് US ഒഫീഷ്യൽസും വിസിറ്റ് ചെയ്യുകയാണ്. പ്ലൂട്ടോണിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂക്ലിയർ മെറ്റീരിയൽ റഷ്യയിലെ ഡീകമ്മീഷൻ ചെയ്ത് ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. അമേരിക്കയുടെ ആണവ നയത്തിനും മറ്റും എതിരെ പ്രതിഷേധമുള്ള ഇറാൻ അത്തരത്തിൽ വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടോ, അവർക്ക് പങ്കുണ്ടോ എന്ന് അമേരിക്ക സംശയിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ലണ്ടൻ എംബസിയിൽ എത്തിയിരുന്ന ഇറാനിയൻ മന്ത്രിയെ ചോദ്യം ചെയ്യാനും അദ്ദേഹത്തോട് കാര്യം തിരക്കാനുമായിരുന്നു ആ ഒഫീഷ്യൽസ് അവിടെ എത്തിയിരുന്നത്. പക്ഷേ അവിടെ എത്തിയിരുന്ന മിനിസ്റ്റർ ബഹ്റൂഫ് ഇറാൻ അത്തരത്തിൽ ആ മോഷണവുമായോ ആണവ വസ്തുക്കളുടെ കൈമാറ്റവുമായോ ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കി. ഇതേസമയം പോളണ്ടിൽ ഒരിടത്ത് കുറച്ച് റഷ്യൻസ് ചേർന്ന് മോഷണം സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ആണവ മെറ്റീരിയൽ ഗോസ്റ്റ് എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് വിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവരുടെ വാനും അവിടെ നടക്കുന്ന ഇടപാടുകളും സംശയകരമായി തോന്നിയതുകൊണ്ട് ഗോസ്റ്റും റഷ്യൻസുമുള്ള വാനിനടുത്തേക്ക് പോലീസ് എത്തുന്നുണ്ട്. പോലീസ് വാൻ ചെക്ക് ചെയ്യണം, എന്താ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചെത്തിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന് കണ്ടതും റഷ്യൻസും ഗോസ്റ്റും ചേർന്ന് പോലീസ് സംഘത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ശേഷം അവിടെ നിന്നും ഗോസ്റ്റും റഷ്യൻസും രക്ഷപ്പെട്ടു പോവുകയുമാണ്. പിന്നാലെ ആ സംഭവത്തെപ്പറ്റി വാർത്തകൾ വരാൻ ആരംഭിച്ചിരുന്നു. വിർജീനിയയിലായിരുന്ന ഓറിയോൺ തലവൻ ഹാർലി CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ഗോസ്റ്റ് ഉൾപ്പെടുന്ന സംഭവത്തിന്റെ കാര്യങ്ങൾ TVയിൽ നോക്കിക്കാണുന്നുണ്ട്. ഗോസ്റ്റിനെ കണ്ടതും ഹാർലി ഗോസ്റ്റിനെ തിരിച്ചറിഞ്ഞു. ഗോസ്റ്റ് മുമ്പ് ഒറിയോണിലെ ഒരു മെമ്പറായിരുന്നു. ഒരു ഓപ്പറേഷനിൽ ഗോസ്റ്റ് കൊല്ലപ്പെട്ടു എന്നാണ് ഏവരും കരുതിയിരിക്കുന്നത്. ആ ഗോസ്റ്റാണിപ്പോൾ പോളണ്ടിൽ ആ ആക്രമണമൊക്കെ നടത്തിയിരിക്കുന്നതും. തങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഗോസ്റ്റ് തന്നെ ആണവ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് മോഷണത്തിലും കച്ചവടത്തിലും പങ്കാളിയാണ് എന്ന വിവരം മനസ്സിലാക്കിയതും ഹാർലി വേഗത്തിൽ ഐറിനെ മീറ്റ് ചെയ്യുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയതും തുടരന്വേഷണത്തിനും ബാക്കി കാര്യത്തിനുമായി ഹാർലിയെയും സംഘത്തെയും ഇസ്താംബുളിലേക്ക് അയക്കുന്നു. തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ച് നിലവിൽ ആണവ ആയുധ സാമഗ്രികൾ കയ്യിലുള്ള ഗോസ്റ്റ് അത് ഇറാനിയൻ വ്യക്തിയായ ഷെരീഫിന് കൈമാറും. ആ കൈമാറ്റം തടയുന്നതിന് വേണ്ടിയായിരുന്നു ഹാർലിയും സംഘവും തുർക്കിയിലേക്ക് അയക്കപ്പെടുന്നത്. വിക്ടറിനെയും റാപ്പിനെയും കൂട്ടി ഹാർലി തുർക്കിയിലേക്ക് പുറപ്പെട്ടു. അവിടെ അവരെയും കാത്തുകൊണ്ട് ഫീമെയിൽ
ഏജന്റായ അനികയുണ്ടായിരുന്നു. അനികയായിരിക്കും തുർക്കിയിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും മിഷനിൽ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുക. വൈകാതെ ഡ്യൂട്ടി ആരംഭിച്ചു. അനികയും റാപ്പും ചേർന്ന് ഷെരീഫിന്റെ വലങ്കയ്യായ കാമിൽ എന്ന വ്യക്തിയെ നിരീക്ഷിച്ചു. ഒരു ഘട്ടത്തിൽ കാമിൽ നടന്നു വന്നപ്പോൾ കാമിലിനെതിരെ നടന്നു ചെന്ന റാപ്പ് മനഃപൂർവ്വം കാമിലിനെ തട്ടി അറിയാതെ പറ്റിയതാണ് എന്ന മട്ടിൽ ഭാവിക്കുകയും ചെയ്തു. പിന്നാലെ ഹർലിയും സംഘവും ഒരു ചർച്ച തന്നെ നടത്തി. ഗോസ്റ്റ് ഷെരീഫുമായി ഒന്നിച്ച് വൈകാതെ ആ ട്രാൻസാക്ഷൻ നടത്തും, അതെങ്ങനെ തടയാം എന്ന് തീരുമാനിക്കുന്ന ഒരു ചർച്ചയായിരുന്നു അത്. ഒടുവിൽ ഒരു പ്ലാനും രൂപപ്പെട്ടു വന്നു. തീരുമാനപ്രകാരം ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നിരീക്ഷണത്തിന് നിർത്തിയിരിക്കുന്ന മിലിറ്ററി ഒഫീഷ്യലിനെ എതിരിട്ട് കീഴടക്കി മാറ്റുവാനുള്ള ദൗത്യമുണ്ടായിരുന്നത് ഹർലിക്കായിരുന്നു. മറുവശത്ത് റാപ്പും വിക്ടറും ചേർന്ന് ഷെരീഫിന്റെയും ഗോസ്റ്റിന്റെയും മൂവ്മെന്റുകൾ നിരീക്ഷിക്കും. അതുവരേക്കും ഒക്കെ നല്ല രീതിയിൽ നടന്നിരുന്നു. പക്ഷേ മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് വിക്ടർ കയറി ചെന്നതും വിക്ടർ ഒറിയോൺ സംഘത്തിലെ വ്യക്തിയാണ് എന്ന് ഗോസ്റ്റ് തിരിച്ചറിഞ്ഞിരുന്നു. അതോടെ മുന്നിട്ട് വന്ന ഗോസ്റ്റ് വിക്ടറിനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് കടന്നു കളയുകയാണ്. വിക്ടർ മരണപ്പെട്ടതുകൊണ്ട് തന്നെ അവരുടെ മിഷന്റെ പദ്ധതികൾ പാളിയിരുന്നു. മിഷൻ ഫെയിലായി. വിവരം ലഭിച്ചയുടൻ റാപ്പിനോട് അവിടെ നിന്ന് തിരികെ വരാൻ ഹർലി ഉത്തരവിട്ടു. പക്ഷേ റാപ്പുണ്ടോ കേൾക്കുന്നു. റാപ്പ് രക്ഷപ്പെട്ടു പോവാൻ തുനിഞ്ഞ് ഷെരീഫിന് പിന്നാലെ പോയി. പക്ഷേ ഷെരീഫ് വിദഗ്ധമായി അവനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ റാപ്പ് തോറ്റു പിന്മാറിയില്ല. ഷെരീഫിന്റെ വലങ്കയ്യായ കാമിലിനെ അവന്റെ കയ്യിൽ കിട്ടി. അതോടെ കാമിലിനെ ഭീഷണിപ്പെടുത്തി ഷെരീഫിന്റെ ലൊക്കേഷൻ അവൻ ചോദിച്ചറിയുകയാണ്. വൈകാതെ ഷെരീഫിന്റെ അപ്പാർട്ട്മെന്റിലേക്കും അങ്ങനെ റാപ്പ് എത്തിച്ചേർന്നു. അവിടുള്ള കാവൽക്കാരെയൊക്കെ കൊന്നുതള്ളി ഷെരീഫിന് മുമ്പിലേക്കും റാപ്പ് എത്തി നിന്നു. പിന്നെ വൈകിയില്ല. ഷെരീഫിനെയും കൊലപ്പെടുത്തി ഷെരീഫിന്റെ ലാപ്ടോപ്പും എടുത്ത് റാപ്പ് അവിടെ നിന്ന് പോന്നു. കാര്യം അവരുടെ മിഷൻ അനുസരിച്ച് ഷെരീഫിനെ കൊലപ്പെടുത്തൽ മിഷനിലെ ഒരു ടാസ്ക് തന്നെയായിരുന്നു. എന്നിരുന്നാലും അത്തരത്തിൽ പ്രവർത്തിച്ച് തിരികെയെത്തിയ റാപ്പിനെ ഹർലി കണക്കിന് ശകാരിച്ചു. വളരെ തിടുക്കത്തിൽ അതിസാഹസികമായിട്ടാണ് അവൻ ആ പ്രവൃത്തികൾ ചെയ്തതെന്നും ഓർഡറുകൾ സ്വീകരിച്ചിട്ടില്ലെന്നുമൊക്കെ ഹർലിത് പ്രതിഷേധ സ്വരത്തിൽ തന്നെ അവനോട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെരീഫിനെ കൊന്ന അവന്റെ പ്രവൃത്തിയെ, അവന്റെ സക്സസിനെ ഹർലി അഭിനന്ദിച്ചുമില്ല. പക്ഷേ അതൊന്നും റാപ്പിനൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഹർലി വാണിംഗ് കൊടുത്തിട്ടും അതുവരെ പുല്ലുവിലക്കായിരുന്നു റാപ്പ് എടുത്തിരുന്നതും. വൈകാതെ ഐറിനും അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. കാര്യങ്ങൾ വഷളാകുന്നത് ഐറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഗോസ്റ്റിന്റെ പക്കലാണ് ഇപ്പോൾ ന്യൂക്ലിയർ മെറ്റീരിയൽ ഉള്ളത്. അത് ആയുധമാക്കാൻ ഗോസ്റ്റ് ശ്രമിക്കുന്നുമുണ്ട്. അതെന്തു വില കൊടുത്തും തടഞ്ഞേ പറ്റൂ. അതുകൊണ്ട് മിഷനുമായി മുമ്പോട്ട് പോകുവാൻ ഐറിൻ അവരോട് പറഞ്ഞു. പക്ഷേ ഗോസ്റ്റിന് അത് തനിച്ച് ചെയ്യാൻ സാധിക്കില്ല. സ്കിൽഡായിട്ടുള്ള ഒരു ഫിസിസിസ്റ്റിനെ അതിന് ഗോസ്റ്റിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അന്വേഷണം ആ വഴിയിലേക്ക് തിരിഞ്ഞു. ആ അന്വേഷണം ഹർലിയെയും സംഘത്തെയും റോമിലേക്ക് എത്തിക്കുകയാണ്. അവിടെയുള്ള ഒരു ഫിസിസിസ്റ്റുമായി ഗോസ്റ്റ് ഡീലുണ്ടാക്കിയിട്ടുണ്ടെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഗോസ്റ്റിനെ ആ ഫിസിസിസ്റ്റ് സഹായിക്കും എന്ന വിവരവും അവർക്ക് ലഭിച്ചിരുന്നു. വൈകാതെ കൂടിയുള്ള കോവർക്കറായ അനികയെപ്പറ്റിയുള്ള ഒരു വിവരം റാപ്പ് സ്വയം മനസ്സിലാക്കുകയാണ്. അനിക യാഥാർത്ഥ്യത്തിൽ ഇറാന്റെ ഫോറിൻ ഏജന്റാണ്. സംസാരിക്കുന്നതിനിടയിൽ ചില കാര്യങ്ങൾ അനിക വിശദീകരിച്ചു. താൻ ജോലി നോക്കുന്നത് ഇറാനിലെ മെയിൻ സ്ട്രീം സംഘത്തിനു വേണ്ടിയാണെന്നും വിമതപക്ഷം ആണവായുധങ്ങൾ നിർമ്മിക്കാനും അത് കൈവശം വയ്ക്കാനും ശ്രമിക്കുന്നുണ്ടെന്നും അത് തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് താനെന്നും അവൾ വ്യക്തമാക്കി. ഇതേസമയം മറ്റൊരിടത്ത് ഇറാനിയൻ മിനിസ്റ്ററായ ബഹ്റൂസ് ഗോസ്റ്റുമായി മീറ്റിംഗിൽ ഏർപ്പെടുകയായിരുന്നു. അവിടെ വെച്ച് ഒരു കാര്യം വ്യക്തമാവുകയാണ്. മിനിസ്റ്റർ ബഹ്റൂസ് ലണ്ടനിൽ വെച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളത്രയും കള്ളമായിരുന്നു. ആണവായുധങ്ങൾ സൃഷ്ടിക്കാൻ മിനിസ്റ്റർ ബഹ്റൂസ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഗോസ്റ്റിനെയാണ്. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയെ ആക്രമിക്കലാണ് അവരുടെ പദ്ധതി. കഥ അവിടെ നിന്നും വീണ്ടും ഹർലിയിലേക്ക് തിരിയുന്നു. ഹർലി തന്റെ ഒരു പഴയ സുഹൃത്ത്, ഒരു മുൻകാല ഏജന്റായ അശാനിയെ കാണുകയായിരുന്നു. അവിടെ വെച്ച് അശാനി മിനിസ്റ്റർ ബഹ്റൂസിന് നടക്കുന്ന സംഭവങ്ങളുമായുള്ള ബന്ധത്തെപ്പറ്റി വിശദീകരിച്ചു പറഞ്ഞു. പക്ഷേ കൂടുതൽ വിവരങ്ങൾ അശാനി ഹർലിക്ക് കൈമാറുന്നതിന് മുമ്പേ ദൂരെ നിന്നും പാഞ്ഞു വന്നൊരു വെടിയുണ്ട അദ്ദേഹത്തിന്റെ ജീവനെടുക്കുകയാണ്. ദൂരെ നിന്നും ആ വെടിയുതിർത്തത് ഗോസ്റ്റ് ആയിരുന്നു. മുന്നോട്ട് കടന്നു വന്ന ഗോസ്റ്റ് ഹർലിയെ പിടികൂടുകയും ബന്ദിയാക്കുകയും ചെയ്യുന്നുമുണ്ട്. ഗോസ്റ്റ് ഹർലിയെ പരമാവധി ഹർട്ട് ചെയ്തു. വല്ലാത്തൊരു വെറി ഗോസ്റ്റിനുണ്ടായിരുന്നു. രാജ്യം തന്നോട് ക്രൂരത കാണിച്ചു എന്നതായിരുന്നു
ഇതായിരുന്നു ഗോസ്റ്റിന്റെ ന്യായീകരണം മുഴുവൻ. രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് താൻ പോരാടിയെങ്കിലും താനാണുണ്ടായ പ്രശ്നത്തിന് കാരണക്കാരൻ എന്നു പറഞ്ഞ് രാജ്യം തന്നെ തടയുകയും അപമാനിക്കുകയും ഒക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഗോസ്റ്റ് വെറിയോട് പറഞ്ഞു. അതുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രതികാരം ചെയ്യാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ഗോസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനൊക്കെ പറഞ്ഞെങ്കിലും യഥാർത്ഥ കാരണം ഗോസ്റ്റിൽ നിന്ന് തന്നെ പുറത്തു വന്നു. വളരെ വലിയ തുക തന്നെ ഗോസ്റ്റിന് ഇതൊക്കെ ചെയ്താൽ കിട്ടുമായിരുന്നു. അത് കേൾക്കുന്നതും ഹാർലി വല്ലാതെ അസ്വസ്ഥനാകുന്നുണ്ട്. തന്റെ ഒരു സഹപ്രവർത്തകൻ അത്തരത്തിൽ തീവ്രവാദിയാകുന്നത് ഹാർലിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് ഹാർലി ബന്ദിയാക്കപ്പെട്ട വിവരം റാപ്പ് പറയുകയാണ്. ഞെട്ടലോടെയായിരുന്നു റാപ്പ് അത് കേട്ടത്. ഹാർലി പിടികൂടപ്പെട്ടതോടെ ഇനിയൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ ഐറിൻ റാപ്പിനോട് യുഎസിലേക്ക് തിരിച്ചു പൊക്കോളാനും മിഷൻ ക്യാൻസൽ ചെയ്തു എന്നും അറിയിക്കുന്നു. മിഷൻ ബാക്കി പൂർത്തീകരിക്കാൻ സ്പെഷ്യൽ ഫോഴ്സിനെ താൻ ഏർപ്പാടാക്കിക്കോളാം എന്നും ഐറിൻ റാപ്പിനോട് പറയുന്നുണ്ട്. പക്ഷേ മിഷൻ കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെ റാപ്പ് പറയുകയായിരുന്നു. വൈകാതെ ഹാർലിയെ മോചിപ്പിക്കാനും ബാക്കി കാര്യങ്ങൾക്കുമായി അനികയും റാപ്പും ഒന്നിച്ച് ഗോസ്റ്റിന്റെ ഒളിസങ്കേതം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം അനികയും റാപ്പും ഒന്നിച്ച് ഗോസ്റ്റിനെതിരെ പ്രവർത്തിക്കാൻ പോകുന്ന വിവരമൊക്കെ ഐറിൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യം വന്നാൽ പ്രവർത്തിക്കാൻ സ്പെഷ്യൽ ഫോഴ്സ് ടീമിനെയും ബാക്കി സൗകര്യങ്ങളും അവർ ഉറപ്പാക്കി നിർത്തി. ഇതേ സമയം ഗോസ്റ്റ് ആകട്ടെ തന്റെ ഇടത്ത് ബന്ദിയാക്കി നിർത്തിയ ഹാർലിയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാർലിയുടെ ടീം മെമ്പേഴ്സിനെ പറ്റി ചോദിച്ചുകൊണ്ടായിരുന്നു ഗോസ്റ്റ് അയാളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹാർലി അപ്പോഴും ഒന്നും വിട്ടുപറഞ്ഞില്ല. ആ സമയം മിനിസ്റ്റർ ബഹ്റൂസ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഗോസ്റ്റിന്റെ പ്രവൃത്തികൾ കണ്ട് ഇതൊക്കെ വേഗമൊന്ന് അവസാനിപ്പിക്ക് എന്ന് മിനിസ്റ്റർ ബഹ്റൂസ് പറഞ്ഞു. ഗോസ്റ്റിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഗോസ്റ്റ് മിനിസ്റ്ററെയും മിനിസ്റ്ററുടെ കൂടെയുള്ളവരെയും വെടിവെച്ച് കൊലപ്പെടുത്തി കളഞ്ഞു. പിന്നാലെ തയ്യാറാക്കിയ ന്യൂക്ലിയർ ബോംബും ഉടൻ അവിടെ വെച്ച് തന്നെ ആക്ടിവേറ്റും ചെയ്തു. ഇതേ സമയം അനികയും റാപ്പും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ടണലിന്റെ രണ്ടു വഴിക്ക് അന്വേഷണത്തിനായി അവർ പിരിയുകയാണ്. റാപ്പ് ഗോസ്റ്റിന്റെ കയ്യാളുകളെ ആദ്യഘട്ടത്തിൽ എതിരിട്ടു. അനിക അപ്പോഴേക്കും അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഗോസ്റ്റിന്റെ കയ്യാളുകളെ ഒരുപാട് കഷ്ടപ്പെട്ട് കൊലപ്പെടുത്തി ഹാർലിയെ കണ്ട് ഹാർലിയെ മോചിപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും അനിക ഗോസ്റ്റിന്റെ കയ്യിൽ പെട്ടിരുന്നു. അനികയെ ബന്ദിയാക്കി ഗോസ്റ്റ് റാപ്പിനോട് വിലപേശാൻ ആരംഭിച്ചു. പക്ഷേ ഗോസ്റ്റിനെ കൊലപ്പെടുത്താൻ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയേ പറ്റൂ എന്ന് തീരുമാനിച്ച അനിക തന്റെ ജീവൻ അവിടെ വെച്ച് ആത്മാഹുതി ചെയ്യുകയാണ്. അതോടെ ഗോസ്റ്റിനെതിരെ റാപ്പ് ആക്രമണം ആരംഭിച്ചു. എന്നിരുന്നാലും ഗോസ്റ്റ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടന്നു. ന്യൂക്ലിയർ ബോംബുമേന്തി ബോട്ടെടുത്ത് ഗോസ്റ്റ് രക്ഷപ്പെട്ടു പോകുവാൻ ആരംഭിച്ചു. റാപ്പും അതിനു പിന്നാലെ പാഞ്ഞു ചെല്ലുന്നുണ്ടായിരുന്നു. ഹാർലിയെ രക്ഷപ്പെടുത്തിയപ്പോൾ ഹാർലിയിൽ നിന്നും ചില വിവരം റാപ്പിന് കിട്ടിയിരുന്നു. ആത്മഹത്യാപരമായി US നേവിയുടെ 6th ഫ്ലീറ്റ് ആക്രമിക്കാനാണ് ഗോസ്റ്റ് പോകുന്നത് എന്നതായിരുന്നു അത്. 6th ഫ്ലീറ്റ് ആക്രമിക്കപ്പെടും എന്ന വിവരം ഐറിൻ 6th ഫ്ലീറ്റിലേക്ക് നൽകുകയും ചെയ്തു. അതുകൊണ്ട് അവർ പ്രിപ്പയർഡായി നിൽക്കുന്നുണ്ടായിരുന്നു. 6th ഫ്ലീറ്റ് എന്നത് ഒരു ഷിപ്പാണ്. ഷിപ്പ് ആക്രമിക്കപ്പെടുന്നതിനു മുമ്പേ ഗോസ്റ്റിന്റെ ബോട്ടിലേക്ക് എത്തിയിരുന്ന റാപ്പ് ഗോസ്റ്റുമായി ഒരു ഫൈറ്റിൽ ഏർപ്പെടാൻ ആരംഭിച്ചിരുന്നു. ശക്തമായ പോരാട്ടം തന്നെ നടന്നു. ഏറ്റവും ഒടുവിൽ റാപ്പ് ഗോസ്റ്റിനെ കീഴ്പ്പെടുത്തുകയാണ്. ഗോസ്റ്റ് മരണപ്പെട്ടതോടെ ആണവ ബോംബുമായി പോകുന്ന ആ ബോട്ട് റാപ്പ് മറ്റൊരിടത്തേക്ക് ഷിപ്പിലിടിക്കാതെ തിരിച്ചുവിട്ടു. അപ്പോഴേക്കും റാപ്പിനെ രക്ഷപ്പെടുത്തുവാൻ ഐറിൻ ഒരു ഹെലികോപ്റ്റർ അയച്ചിരുന്നു. ആ ഹെലികോപ്റ്ററിൽ റാപ്പ് രക്ഷപ്പെട്ടു ഉയരുകയും ചെയ്യുകയാണ്. കടലിൽ വെച്ച് തന്നെ ആ ആണവ ബോംബ് പൊട്ടിത്തെറിച്ചു. വളരെ വലിയൊരു കടലാക്രമണം തന്നെ ആ സമയം സംഭവിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശുഭമായി അവസാനിക്കുകയായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഹാർലി തന്റെ പരിക്കുകളിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഐറിൻ ഹാർലിക്ക് അടുത്തെത്തി റാപ്പ് എവിടെയെന്ന് തിരക്കി. റാപ്പ് ദുബായിൽ വെക്കേഷന് പോയിരിക്കുകയായിരുന്നു. പക്ഷേ ഐറിൻ അടുക്കൽ ഹാർലി റാപ്പ് എവിടെയെന്ന് അപ്പോൾ പറഞ്ഞില്ല. രണ്ടുപേരും ടിവിയിലെ ഒരു വാർത്ത കാണുകയായിരുന്നു. വാർത്തയിൽ നിന്നും ഇറാനിലെ വരുന്ന ഇലക്ഷനിൽ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന വിമത വിഭാഗമാണ് വിജയിക്കാൻ പോകുന്നത് എന്നവർ തിരിച്ചറിയുന്നു. അന്ന് നടന്ന ആണവായുധ പ്രശ്നം അവർ CIA മേലായിരുന്നു ആരോപിച്ചതും. കഥ അവിടെ നിന്നും ദുബായിലേക്ക് തിരിയുന്നു. ഇറാനിലെ വിമത സംഘത്തിന്റെ നേതാവ് ദുബായിൽ ഒരു എലിവേറ്ററിലേക്ക് കയറുകയായിരുന്നു. ആ എലിവേറ്ററിനകത്ത് അതേസമയം അവരെ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ റാപ്പും നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അങ്ങോട്ടേക്ക് കടന്നു കയറുന്നതും റാപ്പ് വല്ലാതൊന്ന് പുഞ്ചിരിച്ചു. കാര്യങ്ങൾ പൂർണ്ണമായി കൈകാര്യം ചെയ്യാനാണ് റാപ്പ് അവിടെയുള്ളത് എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ത്രില്ലർ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ
മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.